நான் வாழ்கையா ആകുലമില്ല നാളെ എന്ത് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിൽ നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം ദൈവത്തിൻ പുത്രനാം യേശുഭുജാതനാം സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. പ്രൈസ് ദി ലോർഡ്. നല്ല രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലഭിക്കപ്പെട്ട രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തൻ്റെ ജനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. അവിടെ ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ കുടുംബം, ദൈവമക്കൾ, ഇതിനവസരം ഒരുക്കി തന്ന ദയ്യ വാത്സല്യ ഭവനം, ദാനിയേൽ ചാന്റെ കുടുംബം, സംഗീത, അമ്മാമ്മ, അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ദീർഘ ദിവസങ്ങളായി നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. കൂടി പ്രാർത്ഥിക്കുന്നു. പാട്ടുകാരൻ പാടിയ ഒരു പാട്ടിന്റെ 2 പല്ലവി പാടിക്കൊണ്ട് ശുശ്രൂഷയിലേക്ക് കടപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നല്ല ദാസനെന്നു ചൊല്ലുന്നാൾ തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നല്ല ദാസനെന്നു ചൊല്ലുന്നാൾ തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ കാഴ്ചകാലം വരുന്നല്ലോ. ഭാഗ്യമേറും മഹോത്സവ കാഴ്ചകാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗകാനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവന്മേ ജയമേകി. പാപം നീങ്ങി ശാപം മാറി
മൃത്യുവന്മേ ജയമേകി വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്താവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വെന്നുയർത്താവൻ വാനലോകമതിൽ ചെന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനും യാചിക്കുന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. പഴയ ഭക്തന്മാർ പാടിയ മനോഹര പാട്ടുകൾ ഇന്നും പാടുന്നത് ഒരാവേശം തന്നെയാണ്. ഇന്ന് രാത്രിയിലും അവിടെയായി വചനം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലൊക്കെ ദൈവം നമ്മെ അത്ഭുതകരമായി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസ്ഥലായിരിക്കുമ്പോൾ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു തിരുവെഴുത്ത് വായിച്ചുകൊണ്ട് ചിന്തകൾ പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. നെറ്റിന്റെ പ്രശ്നം ഇവിടെയും ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. ഈ മെസ്സേജ് കഴിയുന്നവരെയും ഒരു പ്രയാസം ഉണ്ടാകാതെ ക്ലിയർ ആയിട്ട് നെറ്റൊക്കെ ലഭിപ്പാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഒരുമിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്കായിട്ട് വായിക്കുന്നത്. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 3. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്ന ഒരു പുസ്തകം കൂടെയാണ് ദാനിയേൽ പ്രവചനം. വളരെ ആഴമേറിയ ദൈവിക ചിന്തകൾ ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ഇതൊരു ബലമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാ ആളുകൾക്കും ശരിയായി കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാം നന്നായി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിലെ 27-ാമത്തെ പുസ്തകമാണല്ലോ ദാനിയേൽ പ്രവചനം. പഴയ നിയമത്തിൽ വളരെ ശക്തമായി ദൈവിക വെളിപ്പാടുകൾ പറയുന്ന ഒരു പുസ്തകം കൂടെയാണ് നാം വായിച്ച ഈ പുസ്തകം തന്നെ. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അത് ചെറിയൊരു കാര്യമല്ല. യേശു കർത്താവ് പറഞ്ഞ വാക്ക് എത്രയോ ശക്തമാണ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. അതേ പ്രിയ ദൈവമക്കളെ, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അത് ചെറിയ കാര്യമല്ല, അത് വലുതാണ്, അത് പദവിയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത് ചെറിയ ഒരനുഭവമല്ലല്ലോ. അതുകൊണ്ട് ഉപവസിക്കുന്ന ആളുകൾ, പ്രാർത്ഥിക്കുന്ന ആളുകൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെന്നോർത്തൊന്നും ഭാരപ്പെടണ്ട. ഉപവസിക്കാൻ ലഭിക്കുന്ന അവസ്ഥ തന്നെ ഒരു ഭാഗ്യാവസ്ഥയാണ്. നമ്മുടെ യേശു കർത്താവ് സ്നാനമേറ്റ ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 40 നാളോളം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ
ആത്മാവ് അവനെ നടത്തിയെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് വേണ്ടത് ആത്മബലമാണ്. ആത്മബലമില്ലെങ്കിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായി ദൈവസന്നിധി പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും തന്റെ ജനത്തെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ എന്ന വ്യക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ഒരു ഭാഗമാണ് നാം വായിച്ചത്. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. ദൈവസന്നിധിയിൽ വിശ്വസ്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. യേശു സ്നേഹിച്ച അല്ലെങ്കിൽ ദൈവം അധികം സ്നേഹിച്ച ഒരു വ്യക്തിയും കൂടെയാണ് ദാനിയേൽ. ദാനിയേലിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ എസെക്കേലിന്റെ പ്രവചനം 14-ാം അധ്യായത്തിലും 28-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 24:15 വ്യക്തമായി ദാനിയേലിനെ കുറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇയ്യോബ്, ദാനിയേൽ, എസെക്കേൽ തുടങ്ങിയ ആളുടെ പേര് ദൈവം പരാമർശിക്കുകയാണ്. ദാനിയേലിനെ ദൈവം വിളിച്ചത് പ്രിയ പുരുഷ ദാനിയേലെ എന്നാണ്. അതേ ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാസമയം വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇത് ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. പാലിനേക്കാൾ രുചി തരുന്ന, തേനിനേക്കാൾ മധുരമാക്കുന്ന, ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണല്ലോ തിരുവചനം. ഇത് വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ ദൈവം തരുന്ന അവസരങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. അനേകർ ഈ പുസ്തകം അടച്ചു വെക്കുമ്പോൾ ഇത് തുറന്ന് ഇതിന്റെ സത്യങ്ങൾ അറിയാൻ നമ്മുടെ കണ്ണുകളെ തുറന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം ദാനിയേലിനെ വിളിക്കുന്നത് പ്രിയ പുരുഷ ദാനിയേലേ. എവിടെ വെച്ച? ബാബേൽ പ്രവാസത്തിൽ വെച്ച് 90 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ പുസ്തകം എഴുതുന്നതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുക. പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. ആ പുസ്തകം എഴുതിയത് യോഹന്നാനാണ്. നോക്കുക, പത്മോസിൽ വെച്ച് 96-ാമത്തെ വയസ്സിൽ. ഇവരൊക്കെ ഏകദേശം സമകാലികരമെന്ന് അവകാശപ്പെടാം. പുതിയ നിയമ പുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ ദൈവം എഴുതാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ അവന്റെ കൈകളെ ദൈവം ബലപ്പെടുത്തുകയാണ്. യേശുവിനെ കുറിച്ച് കണ്ടവൻ, യേശുവിനെ കുറിച്ച് അടുത്തറിഞ്ഞ വ്യക്തിയാണല്ലോ യോഹന്നാൻ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, മരിച്ചവനെ പോലെ കാൽക്ക വീണവരാണ് ഇവർ രണ്ടുപേരും. യേശുവിനെ കുറിച്ച് കണ്ടവർ, കേട്ടവർ, ആ സ്പർശനം അനുഭവിച്ചവർ, ആ ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ചവരാണ് യോഹന്നാനും ഈ ദാനിയേലും. ദാനിയേലിന്റെ പ്രവചനം ജാതികളോടും രാഷ്ട്രങ്ങളോടുള്ള ദൂതാണ്. ഈ ജാതികൾക്ക് എന്ത് സംഭവിക്കും, ഈ രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് ദാനിയേൽ വ്യക്തമായി എഴുതുകയാണ്. എന്നാൽ യോഹന്നാൻ എഴുതുന്നത് സഭയ്ക്കുള്ള ദൂതാണ്. 7 സഭകളോട് ദൂത് ശക്തമായി പറയുമ്പോൾ 5 സഭയോടും പറയുന്നു മാനസാന്തരപ്പെടണം. ആരോടാ പറയുന്നേ? ജാതികളോടല്ല, സഭയോട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവുണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന, അകത്ത് കൈയടിക്കുന്ന, ആരാധിക്കുന്ന, അന്യഭാഷ പറയുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന, രോഗശാന്തി അനുഭവിച്ചറിയുന്ന, വിവേചിക്കുന്ന ആളുകളെ നോക്കിയിട്ട് പറയുകയാണ് മാനസാന്തരപ്പെടണം. ഒരു സഭയോട് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. മറ്റൊരു സഭയോട് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് സഭകളോട് ഇത്ര ശക്തമായി പറയാൻ കാരണം എന്താ? സഭയെ അത്രയ്ക്ക് അവൻ സ്നേഹിക്കുന്നു. സഭയെ
വീണ്ടെടുക്കാനായിട്ട് അവൻ കൊടുത്തത് വെള്ളിയല്ല, പൊന്നല്ല, വിലയേറിയ കല്ലല്ല, മുത്തല്ല, രത്നങ്ങളല്ല. അവൻ തന്നത് വിലയേറിയ രക്തമാണ്. ഞാനും നിങ്ങളും ആ രക്തത്തിന്റെ അവകാശികളാ, അല്ലെങ്കിൽ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. നാം അവന്റെ അംഗങ്ങളാണ്, സഭയുടെ അംഗങ്ങളാണ്. എപ്പോഴും സഭയോട് ദൈവത്തിന് ദൂത് പറയാനുണ്ടെന്നൂടെ നാം തിരിച്ചറിയുക. അപ്പൊ അതൊന്നും ഞാൻ വിശദീകരിക്കപ്പെടുന്നില്ല. ഇപ്പൊ നോക്കുക, ദാനിയേൽ എന്ന ഈ പ്രവാചകനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24:15 പറയുന്നത്, യേശുക്രിസ്തു ദാനിയേലിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. യേശു വിളിച്ചത് ശലോമോന്റെ പേരല്ല പറഞ്ഞത്, പ്രവാചകനായ ദാനിയേലിനെ കുറിച്ചാണ് പറഞ്ഞത്. ദേവദാരുകൾ കൊണ്ട് ആലയം പണിത, ശക്തനായ തിരുവചന പുസ്തകങ്ങൾ രചിച്ച അന്നത്തെ ഏറ്റവും മഹത്തായ രാജാവ് ശലോമോൻ. പക്ഷേ ശലോമോന്റെ പേര് ദൈവം പറഞ്ഞില്ല. കാലിടറിപ്പോയവനാണ് ശലോമോൻ എന്നൂടെ ഇന്ന് രാത്രി നാം തിരിച്ചറിയുക. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം? ദാനിയേൽ പ്രവചനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം, അത്യുന്നതൻ വാഴാൻ പോകുകയാണ്. അത്യുന്നതനാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങളെല്ലാം വിറച്ചു നിൽക്കുമ്പോൾ, ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെട്ടു നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് ഉറപ്പുണ്ട്, ദൈവത്തിന്റെ കരത്തിന് മാത്രമേ ഇതിനെ ചലിപ്പിക്കാൻ കഴിയത്തുള്ളൂ, ദൈവത്തിന് മാത്രമേ വിടിവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്നവന് നന്നായിട്ടറിയാം. ഇതുവരെയും ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നല്ലോ. ദാനിയേൽ പ്രവചനം 4:24 പറയുന്നു, അത്യുന്നതൻ വാഴും. ദൈവത്തിന്റെ കരം എത്രയോ ശക്തമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. 4-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, അത്യുന്നതൻ വാഴും. രാജാവേ, നീയല്ല വാഴുന്നത്, ഇതിന് മുകളിൽ ഒരു ദൈവം ഉണ്ട് എന്ന് ദാനിയേല് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. 2:37 പറയുന്നു, ദൈവം നൽകിയിരിക്കുകയാണിത്. നീ മേടിച്ചതല്ല, ദൈവം തന്നതാണ്. ദാനിയേൽ പ്രവചനം 2:37 പറയാണ്, രാജാവേ രാജാവേ തിരുമനസ്സുകൊണ്ട് രാജാതിരാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. നീ നേടിയല്ല ഈ മഹത്വം, നീ നേടിയതല്ല ഈ ഐശ്വര്യം, നീ നേടിയതല്ല ഈ സമ്പത്ത്, നീ നേടിയതല്ല ഈ ശക്തി, ദൈവം തന്നതാണ്. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, ആ മരുഭൂമി നിങ്ങളായിരിക്കുമ്പോൾ ഒത്തിരി നേടിയവർ കണ്ടേക്കാം. എന്ന് രാത്രി ഓർക്കുക, ദൈവം തന്നതാണ്. അവിടെ നേടിയതല്ല. ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ, ഹല്ലേലൂയ, ഉത്തമഗീതം എന്ന ചെറിയ പുസ്തകത്തിൽ ആ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെയാണ്? നിന്റെ ആടുകളെ ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെയാണ്? അതെ, മരുഭൂമിയിലെ ചൂട് ഞാൻ പറയാതെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെ, ആ മരുഭൂമിയിൽ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ തന്റെ ആടുകളെ പരിപാലിക്കുന്ന നല്ല ഇടയൻ, ആ നല്ല ഇടയന്റെ മാർവോട് ചേർന്നിരിക്കാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. കേൾക്കുന്നവർക്ക് ആമേൻ പറയാൻ കഴിയുമോ? ഇന്ന് സ്തോത്രം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും അനുഗ്രഹം. ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നെങ്കിൽ മൗനമായിരിക്കില്ല. ആ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അന്യഭാഷയിൽ ആരാധിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ അവസരങ്ങൾ ഉണ്ടെന്നൂടെ തിരിച്ചറിയുക. ഒന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്ന വിശ്വസിക്കുക. ഒന്ന്, ദാനിയേൽ വിളിച്ചു പറയുന്ന ലോകത്തോടെ അത്യുന്നതനാ വാഴുന്നത്. ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ ഭരിക്കുന്നെങ്കിലും ഇതിന്റെ പുറകിലെ കരം ദൈവത്തിന്റെ കരമാണ്. 2, ദാനിയേൽ പറയുകയാണ്, ഐശ്വര്യവും സമ്പത്തും മഹത്വവും ശക്തിയും ഒക്കെ നീ നേടിയതല്ല രാജാവേ, ദൈവം തന്നതാണ്. ഇന്ന് രാത്രിയിൽ ഓർക്കുക, എന്തെല്ലാം ഉണ്ടെന്ന് തോന്നിയാലും ദൈവം തന്നതാണ്. നമുക്ക് എത്ര പരിതാപകരമായ അവസ്ഥയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എത്രയോ ആളുകൾക്ക് ഉറ്റവരെ കാണാൻ പറ്റിയില്ല, ഉടയവരെ കാണാൻ പറ്റിയില്ല, സ്വന്തം മക്കളെ കാണാൻ പറ്റിയില്ല. കോവിഡിന്റെ പേരിൽ മരിച്ച ആളുകൾ അവിടെ തന്നെ, ആ രാജ്യങ്ങളിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അത് നേടിയതൊക്കെ താൽക്കാലികം കൊണ്ട് തകർന്നു പോയില്ലേ? എങ്കിൽ ഇന്ന് രാത്രി പ്രത്യാശ കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഇവിടെ തകർന്നാലും തേജസ്സിന്റെ ആ പൊൻപുലരിയിൽ, അല്ലെങ്കിൽ ആ പ്രത്യാശയുടെ ദിവസം നാം മുഖാമുഖമായി കാണുമെന്ന വലിയ പ്രത്യാശ
ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഭാഗം ഞാനൊന്ന് വിശദീകരിക്കുന്നില്ല. നോക്കുക, 1:2 പറയുന്ന കർത്താവ് ഏൽപ്പിച്ചു. നോക്കിയ ദൈവം ഒന്ന് അത്യുന്നതൻ വാഴും, 2 ദൈവം നൽകിയിരിക്കുന്നു. 1:1-2 പറയുന്നു, രാജാവേ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവേ നിന്റെ ബലം കൊണ്ടല്ല നീ എടുത്തത്, ഞാൻ നിന്നെ ഏൽപ്പിച്ചതാ. എന്റെ ജനം മാനസാന്തരപ്പെടാൻ വേണ്ടി ഞാൻ നിന്നെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. നിനക്ക് ഈ പാത്രമൊന്നും എടുക്കാനുള്ള തന്റെ ഇടമില്ല. എന്റെ ആലയത്തിന്റെ അകത്ത് കയറി ഈ പൊൻപാത്രങ്ങളൊന്നും എടുക്കാനുള്ള തന്റെ ഇടമൊന്നും രാജാവേ നിനക്കില്ലെന്നൂടെ നീ തിരിച്ചറിയുക. കാരണം നിന്നെ ഞാൻ ഏൽപ്പിച്ചതാ. ഞാൻ പറഞ്ഞ മനസ്സിലായി വിശ്വസിക്കട്ടെ. 1 അത്യുന്നതൻ വാഴും, 2 ദൈവം ഇതൊക്കെ തന്നിരിക്കുന്നു, 3 ദൈവം ഏൽപ്പിച്ചതാണ്. ദാനിയേൽ പ്രവചനം പറയുകയാണ്, 1 അത്യുന്നതൻ വാഴും, 2 ജാതീയ ഭരണകൂടങ്ങൾ എങ്ങനെ കടന്നു പോകുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, 3 ഇസ്രായേലിനെ യെരൂശലേമിനെ സംബന്ധിച്ചുള്ള 70 ആഴ്ചവട്ടത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്, 4 മശിഹായുടെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് വേഗത്തിലാണ്. ഈ കോവിഡും ഈ രോഗങ്ങളും ഈ പകർച്ചവ്യാധികളും ഇതൊക്കെ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. അരുമനാഥന്റെ മടങ്ങി വരവ് വേഗത്തിലാണ്. അനേകം ആളുകൾക്ക് സംശയമുണ്ട്. എന്നാൽ നാം ജീവിക്കുന്ന യുഗം 6-ാം യുഗമാണെന്നുള്ള തിരിച്ചറിയുക. മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ട് 6000 ചില്ലുവാനം വർഷം കഴിഞ്ഞു. 6 എന്ന് പറയുന്നത് മനുഷ്യന്റെ സംഖ്യയാണെങ്കിൽ 7 എന്ന് പറയുന്നത് ദൈവത്തിന്റെ സംഖ്യയാണ്, വിശ്രമമാണ്, റെസ്റ്റ് എടുക്കുകയാണ്. ആരാധനയ്ക്കായി ദൈവം വേർതിരിച്ച ദിവസമാണ്. 6 ദിവസം നീ വേല ചെയ്യണം, 7-ാം ദിവസം നീ സ്വസ്ഥമായിരിക്കണം. അങ്ങനാണെങ്കിൽ 6 കഴിയാൻ പോകുകയാണ്. ഇത് കൃപായുഗത്തിന്റെ അവസാനത്തിലേക്ക് നാം എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല എന്ന് വേദപുസ്തകം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവത്തിലെ തലയുയർത്തിപ്പിടിക്കണം. ജാതികളെ പോലെ ലോക മനുഷ്യനെ പോലെ വ്യാകുലപ്പെടുവാനോ ഭാരപ്പെടുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. തലയുയർത്തിക്കൊണ്ട് പറയണം, നമ്മുടെ അരുമനാഥന്റെ മടങ്ങി വരവ് വേഗത്തിലാണ്, ആ വാദിക്കലായിരിക്കുക. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ 4 കാര്യങ്ങൾ ഈ വേദപുസ്തകം പറയുകയാണ്. 1 അത്യുന്നതൻ വാഴും, 2 ജാതീയ ഭരണകൂടങ്ങൾക്ക് എന്തു സംഭവിക്കും, 3 യെരൂശലേമിനെ സംബന്ധിച്ചുള്ള 70 ആഴ്ചവട്ടം, 4 മശിഹായുടെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. വളരെ ശക്തമായ ആഴത്തിലുള്ള ചിന്തകളാണ് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 ഈ ദാനിയേൽ പ്രവചനത്തിലെല്ലാം 4ന്റെ സംഖ്യയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ 7ന്റെ സംഖ്യയാണ്. 7 സഭയോട് 7 ക്രോധകലശങ്ങളൊക്കെ ആ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ദാനിയേൽ എഴുതുമ്പോൾ 4ന്റെ വലിയ പ്രത്യേകത ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. 4 സാമ്രാജ്യങ്ങളെ കുറിച്ച് ദാനിയേൽ പറയുന്നുണ്ട്. 1 ബാബിലോണ് സാമ്രാജ്യം, 2 മേദിയ പേർഷ്യ സാമ്രാജ്യം, 3 ഗ്രീക്ക് സാമ്രാജ്യം, 4 റോമൻ സാമ്രാജ്യം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യം ഏകാധിപത്യ ഭരണം, അത് കഴിഞ്ഞു പോയി. 2 മേദിയ പേർഷ്യ പ്രഭുക്കന്മാരുടെ ഭരണമായിരുന്നു, അത് തകർന്നു പോയി. 3 ഗ്രീക്ക് ഭരണം, സൈനിക ഭരണം, അതും മാറിപ്പോയി. 4 റോമൻ ഭരണം. എന്താണ് റോമൻ ഭരണം? ഇഷ്ടം പോലെയുള്ള ഭരണം. നാം വന്നെത്തിയിരിക്കുന്ന കാലമാണ്. ഇഷ്ടം പോലെ ഭരിക്കുക, എങ്ങനെയും ഭരിക്കുക, സ്വസ്ഥതയില്ല, സന്തോഷമില്ലാത്ത ഒരു കാലത്തേക്ക് നാം എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം വിശദീകരിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നാം അറിയേണ്ടത് നമ്മുടെ വീണ്ടെടുപ്പെടുത്തിയിരിക്കുന്നു. അതിനെന്ത് ചെയ്യണം? അധികം പ്രാർത്ഥിക്കണം, അധികം ഉപവസിക്കണം, അധികം കരയണം, ആത്മാവിൽ നിറയണം, അന്യഭാഷകളാലും ദൈവിക ദൂതുകളാലൊക്കെ നിറയണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദാനിയേൽ പ്രവചനം എന്ന പുസ്തകത്തിൽ നോക്കുക, 1-ാം അധ്യായത്തിലൊക്കെ ബാലന്മാരെ വേർതിരിക്കുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രവാസത്തിൽ പോയ ആളുകളാണ് അവരെ വേർതിരിക്കുകയാണ്. എത്ര വയസ്സുണ്ട്? ആ കാലത്ത് ചരിത്രം പഠിക്കുമ്പോൾ ഏകദേശം 14, 15, 16 വയസ്സ് പ്രായമുള്ള ഈ 4 യൗവനക്കാരാണ്. ചെറിയ പൈതങ്ങളാണ്.
ടീനേജ് പ്രായം എന്നൊക്കെ പറയത്തില്ലേ? നോക്കിക്കേ, ആ പ്രായത്തിൽ അവര് പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു, പ്രാർത്ഥിക്കുന്ന പിള്ളേരായിരുന്നു. ഇന്ന് 14 വയസ്സുള്ളവനെ, 15 വയസ്സുള്ളവനെ, 16 വയസ്സുള്ളവനെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? കേട്ടാനൊക്കെ ബുദ്ധിമുട്ടാ. അവരുടെ കയ്യിൽ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളുമാണ്. പ്രാർത്ഥനയ്ക്കൊക്കെ നിർബന്ധിക്കേണ്ടി വരും. പക്ഷേ ദാനിയേല്, ശദ്രക്ക്, മേശക്ക് തുടങ്ങിയ ആളുകളെ ശ്രദ്ധിച്ചേ. ആ ചെറിയ പ്രായത്തിൽ അവരുടെ തീരുമാനം എത്രയോ ശക്തമാണ്. അത് ഇന്ന് രാത്രി ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, നിങ്ങളുടെ തീരുമാനത്തിന്റെ അപ്രതിഷ്ഠ, ആ തീരുമാനത്തിന്റെ ശക്തി കുറച്ചു കളയല്ല്. പ്രാർത്ഥിക്കുന്നവൻ ഒറ്റപ്പെട്ടു പോയേക്കാം. അതേ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, പ്രാർത്ഥിക്കുന്നവൻ ഒറ്റപ്പെട്ടു പോയേക്കാം, പ്രാർത്ഥിക്കുന്നവൻ ദൂരത്തേക്ക് എറിയപ്പെട്ടു പോയേക്കാം. അതേ, പ്രാർത്ഥിക്കുന്നവന് കൂടെ ഇരിക്കാൻ ആള് കിട്ടില്ലെന്ന് വന്നേക്കാം. അത് പ്രതീക്ഷിക്കരുത്. ആരും കാണാത്തൊരു മേഖലയാണ് പ്രാർത്ഥനയുടെ മേഖല. അവിടെ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എത്രയോ പേരെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അന്ന എന്ന പ്രവാചകി നമുക്കറിയാം. പ്രാർത്ഥിക്കാൻ വേണ്ടി ആലയത്തിന്റെ അകത്തേക്ക് വന്ന് ഹൃദയം പകർന്നവളാണ്. ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നപ്പോൾ ദൈവം അവളെ തൊടുന്ന രംഗം എത്രയോ ശക്തമാണ്. ആലയത്തിന്റെ അകത്തേക്ക് കയറി വരുമ്പോൾ 4 കുത്തുവാക്കുകൾ കേട്ടവളാണ്. മുഷിഞ്ഞ ഹൃദയമുള്ളവളാണ്. വേദനപ്പെട്ടാണ് വന്നത്. പക്ഷേ അവൾ ആലയം വിട്ടുപോകുമ്പോൾ ആത്മാവിന്റെ നിറവിലാണ്. ആരോടും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഉത്സാഹം കാണിച്ച അന്ന എന്ന പ്രവാചകിയുടെ മകൻ ശൗമേലിനെ ദൈവം വിളിക്കുന്ന രംഗം എത്രയോ ശക്തമാണ്. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവം ഇതിലെ പ്രാർത്ഥിക്കുന്ന മാതാക്കളുടെ തലമുറയെ ദൈവം വിളിക്കും. ആരും വിളിച്ചില്ലെങ്കിലും, ആരും കണ്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന മാതാക്കളുടെ തലമുറ തോറ്റുപോകത്തില്ല, അവർ പരാജയപ്പെട്ടു പോകത്തില്ല. ഈ ഊശ്വര മരുഭൂമിയിൽ അവരെ തകർക്കാൻ ഇവിടുത്തെ ഒരു മാലിന്യ കൂമ്പാരത്തിനും ഇവിടുത്തെ ഒരു ശത്രുവിനും സാധിക്കത്തില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതായിരിക്കട്ടെ ഈ പ്രാർത്ഥന, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. പിശാചിന്റെ കെണിയിൽ നിന്നും ചില തലമുറകളെ വലിച്ചെടുത്ത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉതകത്തക്ക നിലയിൽ ദൈവം ചില തലമുറകളെ കൂടെ ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം വേർതിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ദൂതായി വിളിച്ചു പറയുകയാണ്. ഞാൻ മുന്നോട്ട് കടന്നു വരികയാണ്. നോക്കുക, 14-15 വയസ്സ് പ്രായമുള്ള ബാലന്മാരെ വേർതിരിക്കുന്ന രംഗം. ഹല്ലേലൂയ. നോക്കുക, ദാനിയേൽ എന്ന മനുഷ്യൻ 1-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 90 വയസ്സുവരെ ജീവിച്ചു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. നെബൂഖദ്നേസറിന്റെ കാലഘട്ടം മുതൽ ബേൽശസ്സറിന്റെ കാലഘട്ടം, ദാര്യാവേശിന്റെ കാലഘട്ടം, കോരേശിന്റെ കാലഘട്ടം, 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ദാനിയേല്. എത്ര ചതിക്കുഴികൾ, തകർക്കാൻ നോക്കിയ മേഖലകൾ, സിംഹത്തിന്റെ കുഴിക്കകത്തിടാൻ നോക്കി, അവനെ കൊല്ലാൻ നോക്കി. പക്ഷെ ദുഷ്ടന് തൊടാൻ പറ്റിയില്ല. ദൈവത്തിന്റെ പ്രവാചകനെ, ദൈവിക ആത്മാവുള്ളവനെ ലോകത്തിന് തൊടാൻ കഴിയത്തില്ല എന്ന് വേദപുസ്തകം പറയുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഭയപ്പെട്ടു പോകല്ല. പ്രാർത്ഥന നിന്റെ പദവിയാണ്. പ്രാർത്ഥന പദവിയ. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റും, എല്ലാവർക്കും പലതും പറയാൻ പറ്റും. പക്ഷെ പ്രാർത്ഥന ചെറുതല്ല. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന കൊണ്ടുപോകുമ്പോൾ അവിടെ ഉറങ്ങിപ്പോയെന്ന്. എന്നാൽ അതിപ്രാണ ഭയത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ അരുമനാഥനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കുക, ഹല്ലേലൂയ. 90 വയസ്സ് വരെ ദാനിയേൽ ജീവിച്ചിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തില് അവരെ വേർതിരിക്കുന്ന രംഗമാണ്. ഹല്ലേലൂയ. 3 വർഷത്തെ ഒരു കോഴ്സ്, 3 വർഷത്തെ ഒരു ശുശ്രൂഷ, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ഒരു മേഖല അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവരുടെ പേര് മാറ്റുന്നപ്പോൾ പേര് മാറ്റപ്പെടാൻ തുടങ്ങി. ശത്രുക്കന്റെ പേരൊക്കെ അവരെ മാറുന്നത് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ദൈവങ്ങളുടെ പേരിലാണ് ഇവരൊക്കെ അറിയപ്പെട്ടത്. പേര് മാറ്റിയപ്പോൾ അവര് പ്രതികരിച്ചില്ല. എന്ത് പേര് വിളിച്ചാലും പ്രശ്നമില്ല, പേരിൽ വലിയ കാര്യമൊന്നും ഇവർ കണ്ടില്ല. പക്ഷേ അടുത്ത സ്റ്റെപ്പ് ആകാര ക്രമീകരണം വരുത്തിയപ്പോൾ അവര് പ്രതികരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞു കഴിക്കുകയല്ലായിരുന്നു. ദൈവം തന്നതാണെന്ന് പറഞ്ഞില്ല.
അന്യ സംസ്ഥാന അന്യരാജ്യത്ത് എന്നെ ദൈവം മാനിച്ചു എന്ന് സാക്ഷ്യം പറഞ്ഞില്ല ആളുകൾ. അവര് പറഞ്ഞു, രാജാവേ ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. എത്ര വയസ്സ് പ്രായമാ? 15-16 വയസ്സ് പ്രായമുള്ള യൗവന തലമുറ പറയുകയാണ്, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. എവിടെ പഠിച്ചതാ? വീട്ടിൽ പഠിച്ചതാ. ഹല്ലേലൂയ. ചെറിയ പ്രായത്തിൽ കിട്ടിയ ആ പ്രമാണം മറ്റൊരു സ്ഥലത്ത് എങ്ങനെയും ജീവിക്കാമെന്ന് അവസരം ലഭിച്ചിട്ടും അവസരത്തിന് മുതിരാതെ ദൈവത്തിന് തീരുമാനമെടുത്ത അഭിഷക്തന്മാർ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവപൈതലേ, എങ്ങനെയും ജീവിക്കാനുള്ള പ്രമാണം നമുക്കില്ല. ഏത് രാജ്യത്താണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ദൈവം നൽകിയ ഒരു പ്രമാണം നമുക്കുണ്ടെന്നൂടെ നാം തിരിച്ചറിയാം. ഹല്ലേലൂയ. പ്രമാണത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി നിൽക്കുന്നവൻ ഒറ്റപ്പെട്ടേക്കാം, വചനത്തിന് വേണ്ടി നിൽക്കുന്നവനെ കല്ലെറിഞ്ഞേക്കാം, പക്ഷെ തൊടാൻ കഴിയത്തില്ല. ദൈവം അനുവദിക്കാതെ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ദൈവം അനുവദിക്കാതെ നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ ദൈവത്തിൽ പെട്ടതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തോടുള്ള അവന്റെ സമർപ്പണം ശക്തമായി. ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി വിടുതലിന്റെ വഴി ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. ഷണ്ഡാധിപനെയൊക്കെ അവിടെ ഒരുക്കി കൊടുക്കുക. അവരുടെ സമർപ്പണത്തിന്റെ മുമ്പിൽ അവിടുത്തെ പ്രധാന വ്യക്തികൾക്ക് പോലും ഹല്ലേലൂയ ഇടപെടേണ്ടി വന്നു. ഹല്ലേലൂയ. അവരുടെ തീരുമാനത്തെ മാറ്റാൻ അവർക്ക് സാധിക്കില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഹല്ലേലൂയ. നമ്മുടെ സമർപ്പണത്തിൽ വരുന്ന പാളിച്ചകളാണ് ശത്രുവിന് പ്രവർത്തിക്കാനുള്ള വഴിയായി മാറുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ, നമ്മുടെ സമർപ്പണം ശക്തമാകട്ടെ. ദൈവം ദാനിയേലിനെ ആദരിച്ചു. നോക്കുക, 10ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, തലയ്ക്ക് അപകടം വരുത്തും എന്നൊക്കെ പറഞ്ഞു. ദാനിയേലോ, ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനൊക്കെ അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം അവരെ ആദരിച്ചു, ദൈവം അവരെ മാനിച്ചു. 19ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരെ പോലെ തുല്യനായ ഒരുത്തനെയും കണ്ടില്ലെന്ന്. ശാഖപദാർത്ഥങ്ങൾ കഴിച്ച് മറ്റുള്ള ഭക്ഷണമെല്ലാം വെറുത്തിട്ട് ഉപേക്ഷിച്ചിട്ട് അവരുടെ സമർപ്പണത്തിന്റെ മുൻപിൽ ദൈവം പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന്റെ കരുതൽ എത്രയോ ശക്തമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. 19ാമത്തെ ദാനിയേലിനെ ഹല്ലേലൂയ ദൈവം വിളിക്കുന്ന ആ വിളി എത്രയോ ശക്തമാണ്. 20ാമത്തെ വാക്യത്തിൽ പറയുന്നു, 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചു. ഹല്ലേലൂയ. എല്ലാ ഭാഗം ഞാൻ വിശദീകരിക്കപ്പെടുന്നില്ല. ദൈവത്തിന്റെ ദർശനം ലഭിക്കണമെങ്കിൽ ധാർമ്മികമായ ഒരു ഉന്നത നിലവാരം പുലർത്തണം. വെറുതെ ദർശനം ലഭിക്കത്തില്ല. വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ദർശനം കിട്ടിയെന്ന് വരത്തില്ല. ധാർമ്മികമായ ഒരു ഉന്നത നിലവാരം നമുക്കുണ്ടാകണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. 2-ാം അധ്യായം 3-ാം അധ്യായമൊക്കെ ശക്തമുണ്ട്. ഞാൻ ആ ഭാഗം ഒന്നും വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് എന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമാണ്. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. എന്താണ് എന്റെ അർത്ഥം? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ ഹൃദയം ഏകാഗ്രമാക്കി കൊടുക്കുക. ദൈവമായിട്ടുള്ള ബന്ധം എത്രയോ ശക്തമാണ്. ദാനിയേലിന്റെ വളർച്ച കണ്ടപ്പോൾ ശത്രുവിന് ഇരിക്കാൻ കഴിഞ്ഞില്ല. ദാനിയേലിന്റെ ഉയർച്ച കണ്ടപ്പോൾ ശത്രുവിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവർ ദാനിയേലിനെ ഒതുക്കാനായിട്ട് നോക്കുകയാണ്. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നോക്കുക, അവരുടെ പ്രധാന 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3-വരിൽ ഒരുവൻ ദാനിയേലായിരുന്നു. നോക്കുക, രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ദാനിയേല് മാറുകയാണ്. നോക്കുക, ദാനിയേലിനെ ദൈവം ഉയർത്തുന്നു. എത്രയെത്ര പ്രതിസന്ധിക്കകത്തൂടെ കടന്നു വന്ന വ്യക്തിയാണ് ദാനിയേല്. ഹല്ലേലൂയ. അവിടെ നിൽക്കുന്ന ക്ഷുദ്രക്കാരുണ്ട്, മന്ത്രവാദികളുണ്ട്, ആഭിചാരകന്മാരുണ്ട്, കൽദേരുണ്ട്, ബുദ്ധിമാന്മാര്, മജീഷ്യന്മാര്, മരിച്ചുപോയ ആത്മാക്കളെ തിരികെ കൊണ്ടുവരുവാൻ കഴിവുള്ളവരുടെ നടുവിലാണ് ദാനിയേൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ പ്രാർത്ഥന ഒതുക്കുക. ഹല്ലേലൂയ. ഇന്നും
ശത്രുവിന് ഇഷ്ടമില്ലാത്ത ഒന്നാണ് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നവരെ ഇഷ്ടമാണ്. സഭയ്ക്കകത്തും ദേശത്തും ഒക്കെ വഴക്കുണ്ടാക്കുന്ന ആളുകളെ ശത്രുവിന് വലിയ ഇഷ്ടമാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ വലിയ ഇഷ്ടമൊന്നുമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നും പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം സ്പ്ലിറ്റ് ചെയ്യുക, വിഘടിപ്പിക്കുക, ഭിന്നിപ്പിക്കുക. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. 6-ാം അധ്യായം 1 മുതൽ 9 വരെ ദാനിയേലിനെ മാറ്റാൻ വേണ്ടി ഇവരെല്ലാം കൂടെ തീരുമാനിക്കുക. ആരാ? ഈ കൽദയര്, ആഭിചാരകന്മാര്, ശകുനവാദികള്, മന്ത്രവാദികൾ. കാരണം ഇവർക്ക് മുകളിലായി ഇപ്പൊ ദാനിയേല്. ഇന്നലെ വരെയും ദാനിയേലിന്റെ മുകളിലായിരുന്നു ഇവരുടെ സ്ഥാനമെങ്കിൽ ഇപ്പോൾ ദാനിയേൽ ഇവർക്ക് മുകളില. ഇവരെല്ലാം വന്ന് ദാനിയേലിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദാനിയേൽ ഉന്നതനായപ്പോൾ അവർക്ക് അസൂയ ഉണ്ടാകാൻ വലിയ കാരണമൊന്നും വേണ്ട. അസൂയ ഉണ്ടാകാനായിട്ട് വലിയ ഒത്തിരി പഠിക്കണമൊന്നുമില്ല. അസൂയ ഉണ്ടാകാൻ ഒറ്റ കാരണം മതി, ഉന്നതനായാൽ മതി, ഉയർച്ച ഉണ്ടായാൽ മതി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന യുവതലേ, നിന്റെ ജോലി മേഖലയിൽ, നിന്റെ മറ്റ് ബിസിനസ് മേഖലകളിൽ, ഏതെങ്കിലും സാമ്പത്തിക തലങ്ങളിലൊക്കെ ഉയരുമ്പോൾ ഇവിടുന്നൊക്കെ അസൂയയുടെ തലങ്ങളും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അസൂയ കൊണ്ട് എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഉണ്ടല്ലോ, യോസേഫിന് ഉയർച്ച കിട്ടിയപ്പോൾ സഹോദരന്മാർക്ക് അസൂയ ഉണ്ടായി. എവിടെയാ? ഇസ്രായേൽ മക്കളുടെ ഇടയിൽ തന്നെ. യാക്കോബിന്റെ 12 മക്കളിൽ അസൂയ ഉണ്ടായെന്ന്. എന്താ? ഹല്ലേലൂയ. നീലയങ്കി നിമിത്തം എവിടെ പോകേണ്ടി വന്നു? പൊട്ടക്കുഴിയിൽ വീഴേണ്ടി വന്നു. മിദ്യാനെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടേണ്ടി വന്നു. പക്ഷേ ഹല്ലേലൂയ, പ്രതിസന്ധികൾക്കൊന്നും അധികം കാലം പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവിക വെളിപ്പാട് പ്രാപിച്ച, ദൈവിക ദർശനം പ്രാപിച്ച ദൈവം ഇതിലെ അധികം കാലമൊന്നും നിന്റെ മുമ്പിൽ പ്രതിസന്ധികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. യോസേഫേ, അധികം കാലം നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ചിലരോട്, പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുക, അധികം കാലമൊന്നും ഈ അസൂയയ്ക്ക്, ഈ പോരാട്ടത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഉയർച്ച നിന്റെ കൂടെയാ. നീ മതിലുമേൽ പടർന്നു പന്തലിക്കും. 13 വർഷത്തെ ഒരു പോരാട്ടമേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നും നിന്നെ തൊടാൻ കഴിയത്തില്ല. സഹോദരന്മാർ അങ്കി ഊരി മാറ്റിയേക്കാം, മറ്റു പലരും അങ്കിയോട് പോരാടിയേക്കാം. എന്നാൽ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു അങ്കി ധരിപ്പിക്കാൻ പോകുക. അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. ദാവീദിനോട് ശൗലിന് അസൂയ തോന്നി. എത്രയോ വർഷം പോയി. പക്ഷേ പരിതാപകരമായിരുന്നു. ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് പട്ടുപോകുന്ന കാഴ്ച എത്രയോ അപകടകരമാ. ഹല്ലേലൂയ. നല്ലൊരു പ്രവാചകൻ വീട്ടിലുണ്ടായിരുന്നു, യോനാഥാൻ. ഹല്ലേലൂയ. ദാവീദിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച മനുഷ്യൻ, ദൂത് പറഞ്ഞ മനുഷ്യൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശൗലിന്റെ നല്ല തലമുറയായിരുന്നു യോനാഥാൻ. ആ കുടുംബത്തിലെ പ്രവാചകനായിരുന്നല്ലോ. പക്ഷെ പട്ടുപോയ കാഴ്ച എത്രയോ അപകടകരമാണ്. എന്താ? അസൂയ. അസൂയ കൊണ്ട് തകർന്നു പോയ എത്രയെത്ര കുടുംബങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ലോകത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ദാനിയേലിനെതിരെ ഒരു പോർട്ട് കൂടുകയ, ഒരു കോടതി കൂടുകയ, ഒരു വട്ടമേശ സമ്മേളനം എന്നൊക്കെ പറയാം. എന്താണ്? ദാനിയേലിനെ മാറ്റണം. എന്താ പറ്റി? 15 വയസ്സ് പ്രായമുള്ള, 16 വയസ്സ് പ്രായമുള്ള യൗവനക്കാരൻ ഉന്നതനായെന്ന് ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഞങ്ങൾ കൈയടക്കി പ്രാർത്ഥന കൊണ്ട്. എങ്ങനെ ദാനിയേലേ നീ കൈയടക്കിയത്? അവന്റെ പ്രമാണം കൊണ്ട്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നീ തോറ്റുപോകത്തില്ല. നിന്നെ തോൽപ്പിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് വേദപുസ്തകം ഉറക്ക വിളിച്ചു പറയുകയാണ്. അസൂയ തോന്നി. ദാനിയേലിനെ കുറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങൾ ശക്തമാണ്. അവൻ 6:3 കണ്ടല്ലോ, അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ ഹല്ലേലൂയ, ബേൽശസ്സർ എന്ന് പേര് വിളിച്ച ദാനിയേൽ, ബേൽശസ്സർ എന്ന് പേര് വിളിച്ച ദാനിയേലിൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യ പ്രദർശനവും കണ്ടിരിക്കയാൽ. അത്ര ഗുണങ്ങളാണ് അവനുള്ളത്. ഇത് കണ്ടാൽ ആര് അസൂയപ്പെടാതിരിക്കുന്നത്? പക്ഷേ ദാനിയേലിനെ ഒതുക്കാനായിട്ട് നോക്കുക. ഒന്ന്, ദാനിയേലിന്റെ സ്വഭാവം വ്യത്യസ്ത സ്വഭാവമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. ദാനിയേലിന്റെ 4 പ്രത്യേകത വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ദാനിയേലിന്റെ പ്രവചനത്തിൽ തന്നെ നമുക്ക് ഒത്തിരി വാക്യങ്ങളുണ്ട്. ആ വാക്യം ഞാൻ എല്ലാം എടുക്കാനുള്ള സമയമില്ലല്ലോ. ഒന്ന്, ദാനിയേലിന്റെ പ്രത്യേകത, അവൻ ആത്മനിറവുള്ള മനുഷ്യനായിരുന്നു. നോക്കുക,
സ്പിരിറ്റ്ഫുൾ മാൻ, സ്പിരിറ്റ്, ആത്മാവ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യനായിരുന്നു ദാനിയേല്. ദാനിയേലിന്റെ പ്രത്യേകത, അവന് വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ ഭയങ്കര വിശ്വാസമായി. 3, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു. 4, ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ദാനിയേലിന്റെ 4 വിശേഷതകൾ വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. 1, ആത്മനിറവുള്ള മനുഷ്യൻ. 2, വിശ്വാസമുള്ള മനുഷ്യൻ. 3, ആശ്രയിക്കുന്ന മനുഷ്യൻ. 4, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ഗുണമുണ്ടോ? ആത്മനിറവുണ്ടോ? ഹല്ലേലൂയ. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ? പൂർണ്ണമായി ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. ദാനിയേലിനെതിരെ തന്ത്രം മെനയുകയാണ്. ദാനിയേൽ ആരാണ്? ഞാൻ പറഞ്ഞ 4-ാം അധ്യായം 8-9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവർ പറയാണ്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ദാനിയേൽ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ്. അവർ വിളിക്കുക, 9-ാമത്തെ വാക്യത്തിൽ വിളിക്കുന്നു, മന്ത്രവാദി ശ്രേഷ്ഠനായ ഹല്ലേലൂയ ദാനിയേൽ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുണ്ട്. അവന് അർത്ഥം ബോധിപ്പിക്കാൻ കഴിയും. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവിലുള്ളത് കൊണ്ട് ഇതിന് പ്രാർത്ഥനാകുന്നു. രാജാവ് പറയുകയാണ്, നീ പ്രാർത്ഥന എന്റെ രാജ്യത്തിൽ താമസിക്കുന്ന കന്യകർക്കോ, എന്റെ രാജ്യത്തിൽ താമസിക്കുന്ന മന്ത്രവാദികൾക്കോ, എന്റെ മേശമേൽ കഴിക്കുന്ന ആഭിചാരകന്മാർക്കോ ശുദ്രക്കാർക്കോ കഴിയാത്തത് കാരണം എന്റെ മേൽ വിശുദ്ധി ആത്മാവുണ്ട്. ഇന്ന് രാത്രി ലോകം നമ്മെ നോക്കി പറയട്ടെ, പ്രാർത്ഥന പ്രാപ്തനാണ്. കാരണം ഒരാത്മാവ്, ഒരു ആത്മാ നിയോഗമുണ്ട്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മെ വ്യത്യസ്തമാക്കിയത് ഈ പരിശുദ്ധാത്മാവ. ഹല്ലേലൂയ. ഇവിടുത്തെ വ്യത്യസ്തമാക്കിയത് പദവിയല്ല, ബുദ്ധിയല്ല, ജ്ഞാനമല്ല, അറിവല്ല. നമ്മെ വ്യത്യസ്തമാക്കിയത് പരിശുദ്ധാത്മാവ. ആത്മ നിറവുള്ളവൻ തോറ്റു പോകത്തില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുക. ഹല്ലേലൂയ. കൂടുകയാണ്. ഹല്ലേലൂയ. ദാനിയേലിനെ ഒതുക്കണം, ദാനിയേലിനെ കത്തുവാനായിട്ട് അന്വേഷിക്കുകയാണ്. 5-ാമത്തെ വാക്യം 6-ാം അധ്യായം ദാനിയേൽ പ്രവചനം 6:5 പറയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. വിടുതലിന് വിരുദ്ധമായി വരുന്ന എല്ലാ ദുഷ്ടമണ്ഡലങ്ങള് ഇന്ന് രാത്രി മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി വചനം പറയുമ്പോൾ തന്നെ മനസ്സിനെ തകർക്കുന്ന, മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രതിസന്ധിയുടെ മേല് വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ഇരുട്ടിന്റെ ഭൂരികളെ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിക്കുന്ന കർത്താവേ, കരങ്ങളെ ബന്ധിക്കുന്ന, മുന്നോട്ട് പോകാൻ ആത്മീയമായി വളരുവാൻ കഴിയാതെ തകർക്കുവാൻ ശ്രമിക്കുന്ന, മനസ്സിനെ ഭാരങ്ങളെ ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി കൊണ്ട് ഹല്ലേലൂയ അതിനെ പുറത്തു വരുവാനായിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ, ആമേൻ, നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഇന്നത്തെ മീറ്റിംഗ് ഏൽപ്പിച്ചുകൊണ്ട് പിന്നെയും ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിനു സന്നിധിയിലേക്ക് ആമേൻ, സ്തോത്രം, അടുത്തു വന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ആമേൻ, സ്തോത്രം, ഹൃദയങ്ങളെ തുറന്ന് ആമേൻ, സ്തോത്രം, ആരാധിച്ചാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ആമേൻ, ദൈവത്തിന്റെ വചനം പറയുന്നു, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ദൈവത്തിന്റെ സഭയുടെ കെട്ടുപണി ആമേൻ, സ്തോത്രം,
സ്വർഗത്തിലെ തമ്പുരാൻ ഇന്ന് രാത്രി ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. റബല ബടബ റബല ബറബ ശന്തല ബൗഡേ അടകല ബലബല ദീപല ബൗഡ റബനക ദീമന ബൗഷവ രന്തല ദീപ. കർത്താവേ, ഈ സമയത്ത് ആമേൻ സ്തോത്രം, അന്യഭാഷകളിൽ ആമേൻ ജനം നിറയട്ടെ. അന്യഭാഷകളിൽ ജനം നിറയട്ടെ. പരിശുദ്ധ ആത്മാഭിഷേകം. ആമേൻ ആമേൻ ആമേൻ. ഈ സമയത്ത് അതേ കർത്താവേ, ആമേൻ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ആമേൻ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ, ആമേൻ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ ആമേൻ. കേട്ടുകൊണ്ടിരിക്കുന്ന ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ശക്തമായിരിക്കുന്ന നിറവ് വെളിപ്പെടട്ടെ. അപ്പ വെളിപ്പെടട്ടെ. പാതാള ഗോപുരങ്ങൾ ഉടയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങട്ടെ. പുതിയ ഭാഷകൾ വെളിപ്പെട്ട് വരട്ടെ. പുതിയ ഭാഷകൾ ഉടകനമന ശന്തല ഭൗഡേ റബൽ ദീപൽ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടട്ടെ. ഇതിന്റെ അകത്ത് ഭവനങ്ങളിൽ ദൈവത്തിന്റെ ആത്മ നദി ഒഴുകട്ടെ. ഉടാ മന്നാ ടക ടക രഗ ലക ശക ടക ലബ സക ഉടാ മന്നാ ടക ടക റകൽ ബൗഷ്പിയ റാന്തേ. പരിശുദ്ധനെ നന്ദി പറയുക. കർത്താവേ, ഇന്ന് രാത്രി അവിടുന്ന് അത്ഭുതത്തെ ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായിരിക്കുന്ന നദി ഒഴുകുന്നതിനായിട്ട് നന്ദിയപ്പ. അവൻ പരിശുദ്ധാത്മാവെ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. അന്യ ഭാഷകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. വായ്കളെ തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. അഗ്നിനാവുകളായി മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ കൂട്ടത്തിന്റെ മേൽ ശക്തിയോടെ പിശാചു കെട്ടിയതിനെ അവൻ സ്വർഗം അഴിക്കുകയാ. ഓ, പിശാചു കെട്ടിയതിനെ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിയിൽ സ്വർഗം അഴിക്കുകയാ. കർത്താവേ, ഇതിന്റെ അകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അവൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിറയട്ടെ. അവൻ പ്രാർത്ഥനയുടെ അഗ്നി നിറയട്ടെ. ഓ, സൗഖ്യ ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ദിവസമാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യുകയാ. ആമേൻ ഹല്ലേലൂയ. പിശാച് കെട്ടിവെച്ചത്, പിശാച് അടച്ചു വെച്ചത് ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാ. യേശുവിന്റെ നാമത്തിൽ തീയിറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ തീയിറങ്ങട്ടെ. അനേക ഭാഷകൾ ദൈവജനം അനേക ഭാഷകളിൽ വിവിധ ഭാഷകളിൽ സംസാരിക്കട്ടെ. കർത്താവേ, അനേക ഭാഷകൾ വെളിപ്പെട്ട് വരട്ടെ. ഒരു ഭാഷയല്ല, വിവിധ ഭാഷകൾ. പരിശുദ്ധാത്മാഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകം വ്യാപരിക്കട്ടെ. ഓ, പരിശുദ്ധാത്മാവോട് നിറയട്ടെ. പരിശുദ്ധാത്മാവോട് നിറയട്ടെ. ജനം പ്രാർത്ഥിക്കട്ടെ. എന്നെ സ്നാനപ്പെടുത്തണമേ. എന്നെ പരിശുദ്ധ ആത്മാവിന്റെ നദിയിൽ മുക്കണമേ. ഓ രാമസേ. ഓ, ചിലതിന്റെ മേൽ, ശരീരത്തിന്റെ മേൽ ചൂട്. ദൈവത്തിന്റെ തീയിറങ്ങുകയാ. പരിശുദ്ധാത്മാവിന്റെ നദി ശക്തമായിട്ട് ഒഴുകുകയാ. അന്യഭാഷകളിൽ പിശാച് തരത്തിൽ എന്ന് പറഞ്ഞതിനെ ദൈവം വിടുവെക്കുകയാ. ആമേൻ ഹല്ലേലൂയ. കെട്ടിയിട്ടതിനെ അഴിച്ചുകൊണ്ട് വാ. കെട്ടിയിട്ടതിനെ അഴിക്കുന്ന രാത്രിയാ. കെട്ടിയതിനെ അഴിക്കുന്ന രാത്രിയാ. തീയിറങ്ങട്ടെ. ആമേൻ. ജനം വായി തുറന്ന് പ്രാർത്ഥിച്ചോട്ടെ. വായി തുറന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. അപ്പാ, ദാഹത്തോടെ വരികയാ. ആമേൻ ഹല്ലേലൂയ. സ്വർഗത്തിലെ തമ്പുരാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ദാഹിക്കുന്ന ഏരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് വന്ന് കുടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തീയിറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ തീയിറങ്ങട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. വായികളെ തുറന്ന് വിളിച്ചു പറയാൻ തുടങ്ങിക്കോ.
നിന്റെ നാവിൽ പുതിയ ഭാഷ വരികയാ, നിന്റെ നാവിൽ പുതിയ അഭിഷേകം വരികയാ. നീ പറഞ്ഞാൽ ആത്മമണ്ഡലത്തിനകത്ത് ചിലത് ചലിക്കും. ഏലിയാവ് പ്രാർത്ഥിക്കുന്ന, ഏലിയാവ് പ്രാർത്ഥിക്കുന്ന ഡാനിയേല് എഴുന്നേൽക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ അഭിഷേകം വ്യാപരിക്കട്ടെ, ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവേ എന്നെ നിറയ്ക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുക. കർത്താവേ പ്രാർത്ഥനയുടെ അരൂപി. ആമേൻ. ദൈവദാസ ആമേൻ സ്തോത്രം. ഏത് കഷ്ടതയുടെ മധ്യത്തിലും ആമേൻ സ്തോത്രം വാതിലുകളെ തുറന്ന്, ജനലുകളെ തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അനോയിന്റിങ് യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്ത് വീഴുകയാ. ഇതിന്റെ അകത്തുള്ള സകല ജനത്തിന്റെ മേല് ആമേൻ പ്രാർത്ഥനയുടെ അരൂപി നിറയുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുക, ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുക. ആമേൻ. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുക. ആമേൻ. കെട്ടുകളെ അഴിഞ്ഞു മാറട്ടെ. പിശാച് തരത്തിൽ നിന്ന് വാദിച്ച മണ്ഡലം ഇന്നു രാത്രി സ്വർഗം തുറക്കുകയാ. സ്വർഗത്തിന്റെ ദൂതന്മാർ നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങിയിരിക്കുക. നിന്റെ ആത്മമണ്ഡലത്തിൽ ആമേൻ ആമേൻ ഹല്ലേലൂയ നിനക്കെതിരെ നിൽക്കുന്ന ആമേൻ സ്തോത്ര ദേശാധിപതികളോട് വാദിക്കുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ ആമേൻ ദൂതന്മാരെ അയച്ചിരിക്കുക. ഗബ്രിയേലും മൈക്കലും ഒക്കെ ആമേൻ സ്തോത്രം മിഖായേലും ഒക്കെ നിനക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുക. വിശ്വസിച്ചാട്ട് ദൈവ പൈതലേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കിയ ആദ്യത്തെ നാളിൽ സ്വർഗം അയച്ച ആമേൻ സ്തോത്രം വിടുതൽ ഇന്ന് പകൽക്കാലം നീ കാണാൻ പോവുകയാ. വായികളെ തുറന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ നീ ജയമെടുത്താട്ടെ. പറഞ്ഞാട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. വായികളെ തുറന്ന് സ്തുതിച്ചോ, വായികളെ തുറന്ന് സ്തുതിച്ചോ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്നു രാത്രി നീ പ്രാർത്ഥിച്ച ആമേൻ വിഷയത്തിന്റെ മേൽ സ്വർഗം അത്ഭുതം ചെയ്യും. ആരും മൗനമായിട്ടിരിക്കല്ലേ. വായികളെ തുറന്ന് കരങ്ങളെ അടിച്ച് ആമേൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടത്തിന്റെ മേൽ ദൈവം ഇറങ്ങി. പരിശുദ്ധാത്മാവ് ഇറങ്ങി. മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങിയത് ദൂതനല്ല, മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങിയത് അവൻ ദൂതനല്ല, മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഉടി മനാ രഘു രഘു ശന്തല ബൗഡകർ ഈവന ബൗഡകർ അന്തല ദീപല കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ആമേൻ ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിഴലെടുക്കുക. ആമേൻ സ്തോത്ര. കൃപയുള്ളയിടത്ത് ആമേൻ ദൈവത്തിന്റെ അത്യന്ത ശക്തി നിഴലിടും. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ യേശു ജനിക്കും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ഒരു മനുഷ്യൻ പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഒരു മനുഷ്യൻ പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഒരു മനുഷ്യൻ പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഒരു മനുഷ്യൻ പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഒരു കുഞ്ഞു പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഇതിന്റെ അകത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു പൈതല് പോലും അവൻ പ്രാർത്ഥിക്കാതിരിക്കരുത്. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാ. ദൈവ പൈതലേ അവൻ സ്തോത്രം ഹല്ലേലൂയ. മൈക്ക് പോയതല്ല, ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തതാ. ദൈവം അത്ഭുതം ചെയ്തതാ. അവൻ ശുശ്രൂഷിച്ച ദൈവദാസന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു മണ്ഡലം, ആത്മമണ്ഡലം തുറന്നു വരികയാ. അവൻ ശലോമോൻ ഇരിക്കുന്ന സ്ഥലത്ത് അവൻ സ്ഥലത്ത് അവൻ ദൈവത്തിന്റെ ആത്മ സാന്നിധ്യം ഇറങ്ങിയിട്ട്, തേജസ് ഇറങ്ങിയിട്ട്, അതേ തേജസ് ഇറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞേ, തേജസ് ഇറങ്ങി എന്റെ ഭവനത്തിൽ, തേജസ് ഇറങ്ങി. വിളിച്ചു പറയാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവദാസന്മാർ വിളിച്ചു പറയട്ടെ, ശുശ്രൂഷകന്മാർ വിളിച്ചു പറയട്ടെ, അവൻ കൂട്ടുദാസന്മാർ വിളിച്ചു പറയട്ടെ, ഭവനത്തിലുള്ളവർ വിളിച്ചു പറയട്ടെ, കുഞ്ഞുമക്കൾ വിളിച്ചു പറയട്ടെ. എന്റെ ഭവനത്തിനകത്ത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തേജസ് ഇറങ്ങി. ഉടകനവന ദീപല ബൗഡാരവന ദീപ അവൻ ഉടകനവന ദീപല ബൗഡാരവന ദീപല ബൗഷി രന്തല ദീപ ദീപ ഉടകനവന ദീപല ബൗഷി രന്തേ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന്
രാത്രി ഹല്ലേലൂയ നിന്റെ വിഷയത്തിന് വേണ്ടി സ്വർഗ്ഗം അത്ഭുതം ചെയ്യുക, സ്വർഗ്ഗം അത്ഭുതം ചെയ്യുക, സ്വർഗ്ഗത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. നീ ദൈവ പൈതലേ ഹല്ലേലൂയ, നീ ക്ഷീണിച്ചു പോകത്തില്ല, നീ മടുത്തു പോകത്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്നെ ശക്തിപ്പെടുത്തുന്നതും നിന്നെ ബലപ്പെടുത്തുന്നതും സ്വർഗത്തിന്റെ കരമാ. അവൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് സ്വർഗത്തിന്റെ കരമാ. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ. കരങ്ങളെ ഉയർത്തി കണ്ണുകളെ അടച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവജനം ആരാധിക്കാൻ തുടങ്ങി. നിന്റെ ഭവനത്തിന്റെ അകത്ത് കെട്ടിയ കെട്ടുകൾ, കുരുക്കുകൾ നീ പറഞ്ഞഴിക്കാൻ പോവുക. യേശുവിന്റെ അവൻ സ്തോത്രം ഹല്ലേലൂയ. ആ കാലം മാറുകയാ. അവൻ ഭവനങ്ങളിൽ ശുശ്രൂഷ വെളിപ്പെടുക. നിന്റെ ഭവനത്തിനകത്ത് ശുശ്രൂഷ വെളിപ്പെടുക. നിന്റെ ഭവനത്തിനകത്ത് ശുശ്രൂഷ വെളിപ്പെടുക. വായ് തുറന്ന് നീ വിളിച്ചു പറയും. പിശാച് തരത്തിൽ എന്ന് പറഞ്ഞ ബാധിച്ച മണ്ഡലത്തെ നോക്കി നിന്റെ വായ് തുറക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ വായ് കൊണ്ട് നീ വെട്ടാൻ പോവുകയാ. പത്രോസേ, നിനക്ക് ഞാൻ താക്കോല് തരികയാ, താക്കോല് കൈമാറി തന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ആരാധിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളിൽ അവൻ ദൈവത്തിന്റെ ശക്തേന ഗ്ലോറി ഇറങ്ങിയിരിക്കുക. ദൈവത്തിന്റെ ശക്തേന ഗ്ലോറി ഇറങ്ങിയിരിക്കുക. അവൻ സ്വന്തം ഹല്ലേലൂയ ചൊല്ലി അഴിക്കുന്നത്. അവൻ ഹല്ലേലൂയ, കർത്താവിന്റെ സ്വന്തം ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. ചൊല്ലി അഴിക്കുന്നത് നീയാ. കർത്താവിന്റെ സ്തോത്രം. സ്വർഗം നിന്നെ ഉറ്റുനോക്കുകയാ. പ്രിയ ദൈവ പൈതലേ, സ്വർഗം നിന്നെ ഉറ്റുനോക്കുകയാ. സ്വർഗം നിന്നെ ഉറ്റുനോക്കുകയാ. പാതാള ഗോപുരത്തിന്റെ താക്കോൽ അവൻ കൈവശം വെച്ചിട്ട് അവൻ അഴിക്കുന്നവനെ നോക്കുന്ന സ്വർഗം ഇന്ന് രാത്രി അഴിക്കുന്നതിനെ നോക്കുകയാ. വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തം ജയം. വിളിച്ചു പറഞ്ഞേ. അവൻ സ്തോത്രം ഹല്ലേലൂയ. നീ വിളിച്ചു പറയുമ്പോൾ, അവൻ രക്തത്തിന്റെ പേര് കേൾക്കുമ്പോൾ, യേശുവിന്റെ രക്തത്തിന്റെ പേര് കേൾക്കുമ്പോൾ അവൻ പാതാള ഗോപുരം ഇടിയുകയാ. അടിത്തറ ഇളക്കുന്ന അഭിഷേകം. വിളിച്ചു പറഞ്ഞേ ദൈവ പൈതൽ, വിളിച്ചു പറഞ്ഞേ യേശുവിന്റെ രക്തം ജയം. അവൻ ഐ വാണ്ട് എവരിവൺ എല്ലാവരും വിളിച്ചു പറയണം. കുഞ്ഞുങ്ങൾ വിളിച്ചു പറയണം, രക്തം ജയം, രക്തം ജയം, യേശുവിന്റെ രക്തം. അവൻ നിന്റെ കുഞ്ഞിനെ കെട്ടിയ കെട്ട് ഇന്നു രാത്രി സ്വർഗം അഴിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തന ഗ്ലോറി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തന ഗ്ലോറി ഇറങ്ങട്ടെ. ദൈവ പൈതലേ, നിന്നെ കെട്ടിയിട്ടിരുന്ന കെട്ട് ഇന്നു രാത്രി നിന്നെ കഴിക്കാം. എഴുന്നേറ്റ് അഴിച്ചോ, എഴുന്നേറ്റ് പണിതോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സ്ഥലത്ത് മിക്കായേലും അമേൻ മൈക്കിളും ഒക്കെ യുദ്ധം ചെയ്യുക. നിന്നെ വിടുവിപ്പാനാ ഇന്ന് യേശുവിന്റെ രക്തമെന്ന് വിളിച്ചു പറയുമ്പോഴുണ്ടല്ലോ, അവൻ സ്വന്തം ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി അഴിക്കുന്നത് പോലെയല്ല. പാതാള ഗോപുരം അടിയോടെ പിഴുതു പോവുക. അവൻ കരയുന്ന ശബ്ദം കേൾക്കാം. ദുഷ്ടന്റെ കരച്ചിൽ നിനക്ക് കേൾക്കാം. നിന്നെ കെട്ടിയ അവൻ ദുഷ്ടന്റെ കരച്ചിൽ നീ കേട്ടുകൊണ്ട് അഴിച്ചോ. യേശുവിന്റെ രക്തം ജയം. വിളിച്ചു പറഞ്ഞേ, യേശുവിന്റെ രക്തം. നാഗശക്തികൾ, ദുഷ്ടശക്തികൾ, അവൻ പോരുകൾ, അവൻ വാഴ്ചകൾ, അധികാരങ്ങൾ, അവൻ ജ്വരത്തിന്റെ ആത്മാവ്, അവൻ ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ, അവൻ the spirit of epilepsy യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മോറ്. ചന്ദ്രരോഗം വിട്ടുമാറ്. അവൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ഹല്ലേലൂയ.
ഇതഴിയും. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഇതഴിയും. ഇന്ന് രാത്രി നീ അഴിക്കുകയാ സഹോദരി, നീ അഴിക്കുകയാ സഹോദര. പത്രോസിന്റെ മേൽ അഭിഷേകം, പത്രോസിന്റെ മേൽ ഇറങ്ങിയ അഭിഷേകം ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ ഇറങ്ങുകയാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നീ പ്രവചിക്കാൻ തുടങ്ങിയ, വിളിച്ചു പറഞ്ഞ സഭയെ നോക്കി പ്രവചിക്കേ, സഭയെ നോക്കി പ്രവചിക്കേ, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്കേ. അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലയിലോട്ട് കൈവച്ച് പ്രവചിക്കേ. ശുശ്രൂഷകന്മാരെ ഹയർ ചെയ്യുന്ന കാലം കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. ഇത് അന്ത്യകാലമാ. അവൻ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ ഇറങ്ങുന്ന കാലമാ. ഇത് അന്ത്യകാലമാ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുഞ്ഞിന്റെ മേൽ ഇറങ്ങുന്ന കാലമാ. നിന്റെ യുവാക്കൾ പ്രവചിക്കുന്ന കാലമാ. നിന്റെ ആമേൻ സ്തോത്ര യുവതികൾ പ്രവചിക്കുന്ന കാലമാ. ആമേൻ നിന്റെ കുഞ്ഞിന്റെ തലയിലോട്ട് കൈവച്ചിട്ട് പ്രവചിച്ചോ. ഇവൻ വാലല്ല തലയാകും, ഇവർ വാലല്ല തലയാകും. പിശാചേ, നിനക്ക് എന്റെ കുഞ്ഞിനെ കിട്ടത്തില്ല. രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു, രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അഡിക്ഷൻസ് മാറിപ്പോകട്ടെ, ആമേൻ. അഡിക്ഷൻസ് മാറിപ്പോകട്ടെ. ആമേൻ. നിന്റെ ഭർത്താവിനെ കെട്ടിയ കെട്ട് ഇന്ന് രാത്രി സഹോദരി നീ അഴിച്ചു മാറ്റിക്കോ, ഇന്ന് രാത്രി അഴിച്ചു മാറ്റിക്കോ. ആമേൻ. ജീവിത പങ്കാളിയുടെ മേൽ ആമേൻ ഹല്ലേലൂയ അധികാരം പിശാചിനല്ല, നിനക്ക് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. മദ്യപാനത്തിന്റെ ആസക്തി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. ഇന്ന് രാത്രി വിടുതൽ രാത്രിയാ. ഇന്ന് രാത്രി രോഗങ്ങൾ വിട്ടുമാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ജോയിന്റ് പെയിൻസ് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോട്ടെ. ദുഷ്ട രോഗശക്തി നിന്നോട് കൽപ്പിക്കുകയാ. ആമേൻ. I command thee in the name of Jesus, get out in the name of Jesus, out. യേശുവിന്റെ നാമത്തിൽ out in the name of Jesus. Amen. In the mighty matchless name of Jesus. കർത്താവേ, ഈ സഭയുടെ മേൽ ദൈവത്തിന്റെ ശക്തിന ഗ്ലോറി ഇറങ്ങുകയാ. കർത്താവേ, ഇതിന്റെ അകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തിന ഗ്ലോറി ഇറങ്ങുകയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിന്റെ മേൽ വ്യാപരിക്കുക. ഇതിന്റെ അകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആൾ മാറിയതുപോലെ പ്രവചിക്കുക, ആൾ മാറിയതുപോലെ മാറുകയാ. യേശുവിന്റെ വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ, വായി തുറന്ന് പറഞ്ഞു. ഉടമനവന ശന്തല ഭൗഡ്. ആമേൻ. സ്തോത്രം. നീ നടക്കത്തില്ലെന്ന് പറഞ്ഞ്, ദുഷ്ടൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാചും എഴുതിയ വിധിയെ ഇന്ന് രാത്രി നീ വിശ്വസിക്കരുത്, നീ വിശ്വസിക്കരുത്. നിന്റെ ഹൃദയത്തെ പോലും നീ വിശ്വസിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ച് അവൻ കുഞ്ഞിന്റെ മേൽ കൈവച്ചോ, സഹോദരി കൈവച്ചോ, അവൻ എഴുന്നേറ്റ് പ്രവചിക്കും. കെട്ടഴിയട്ടെ, കുരിക്കൽ അഴിയട്ടെ, ഉദരത്തെ കെട്ടിയ കെട്ട് അഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞ് വിടുവിക്കപ്പെടട്ടെ, എന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ, എന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. കർത്താവേ, എന്റെ ജീവിത പങ്കാളി വിടുവിക്കപ്പെടട്ടെ, എന്റെ ജീവിത കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ, എന്റെ ജീവിത പങ്കാളി വിടുവിക്കപ്പെടട്ടെ. പരിശുദ്ധന്റെ തീ, സ്വർഗത്തിന്റെ തീ, glory. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങിയ ഒരു തീയുണ്ട്. ഇന്ന് രാത്രി അത് നിന്റെ ഭവനത്തിൽ ഇറങ്ങുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഭവനത്തിൽ ആ തീ ഇറങ്ങുകയാ. അവൻ വെള്ളത്തെ നക്കിക്കളഞ്ഞ, വെള്ളത്തെ തൂത്തുകളഞ്ഞ, അവൻ സ്തോത്രം ഹല്ലേലൂയ അൾത്താരയുടെ ചുറ്റും വെള്ളം കിടക്കുക. അവൻ സ്തോത്രം യാഗപീഠത്തിന് ചുറ്റും വെള്ളം കിടക്കുക. ആ വെള്ളത്തെ സ്വർഗത്തിന്റെ തീ ഇറങ്ങിയിട്ട് അതിനെ ദഹിപ്പിക്കുക, അതിനെ നക്കിക്കളയുക. ഇന്ന് രാത്രി നിന്റെ ചുറ്റുമിട്ട വെള്ളം ഇന്ന് രാത്രി സ്വർഗം അവൻ നാക്കി കളയുക, സ്വർഗം തുടിച്ചു കളയുക. അവൻ സ്വതന്ത്രം ഹല്ലേലൂയ. പിശാചിട്ട അതിർവരമ്പിനെ ഇന്ന് രാത്രി നീ അഴിക്കും. പിശാചിട്ട അതിർവരമ്പിനെ ഇന്ന് രാത്രി നീ അഴിക്കും. യാഗപീഠത്തിന് ചുറ്റും പിശാച് കെട്ടിവെച്ചെങ്കിൽ ഇന്ന് രാത്രി നീ അഴിക്കുന്ന രാത്രിയാ. വിളിച്ചു പറഞ്ഞേ, മൗനമായിട്ട് നിൽക്കല്ലേ. ഇന്ന് രാത്രി ജയമെടുത്തോണം. അവൻ ഈ പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസം അവൻ നിനക്ക് വേണ്ടി സ്വർഗം വിടുതൽ വെച്ചിരിക്കുക. പ്രാർത്ഥിച്ചോ.
ദൈവത്തിന്റെ തീയിറങ്ങുകയാ. ആമേൻ ഹല്ലേലൂയ. സഹോദരൻ മടുത്തു പോകല്ലേ, സഹോദരൻ മടുത്തു പോലെ. അഡിക്ഷന്റെ ഭാരം ആമേൻ ചിലതിന്റെ ഹൃദയത്തിനകത്ത്. ആമേൻ ഹല്ലേലൂയ. അഡിക്ഷൻ ആമേൻ ഹല്ലേലൂയ. എങ്ങനെ അഴിക്കും? ആരഴിക്കും? നിന്നെ അഴിക്കാൻ സ്വർഗം ഇന്ന് ഇറങ്ങുകയാ. സ്വർഗം ഇറങ്ങിയ യേശുവിന്റെ നാമത്തിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ, അഴിഞ്ഞു പോട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ, അഴിഞ്ഞു പോട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. കുഞ്ഞുങ്ങളെ കുരുക്കി കെട്ടുക. യേശുവിന്റെ നാമത്തിൽ ചണനാല് പോലെ അഴിക്കുക. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോ ആമേൻ സ്തോത്രം കൂടെ ചലിച്ചോണം. നിന്റെ വായ അടക്കരുത്, നിന്റെ വായ അടക്കരുത്. വായ തുറന്ന് വിളിച്ചു പറഞ്ഞു, കണ്ണടച്ച് വായ തുറന്ന് വിളിച്ചു പറഞ്ഞു. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്റെ വായ വിസ്താരത്തിൽ തുറന്നു. സ്വർഗം നിന്റെ അകത്ത് പ്രവചനം എടുക്കുക, പ്രവചനം എടുക്കുക. ഈ സഭയെ നോക്കി പ്രവചിച്ചേ, ഈ സഭയെ നോക്കി പ്രവചിച്ചു. നിന്റെ പ്രവചന ശുശ്രൂഷ ഈ സഭയിൽ തുടങ്ങട്ടെ. ജോയലെ നിന്റെ മേൽ അഭിഷേകം ഇറങ്ങുക. യേശുവിന്റെ നാമത്തിൽ തീയിറങ്ങുക. ആമേൻ. ഈ ശുശ്രൂഷയുടെ നിയന്ത്രണം ഒരു മനുഷ്യന്റെ കയ്യിലല്ല. ഈ ശുശ്രൂഷയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന്റെ കയ്യിലാ. ഇതിന്റെ അകത്ത് ശുശ്രൂഷ ചെയ്യുന്നത് ഒരു മനുഷ്യനല്ല, ഒരു ജഡമല്ല, പരിശുദ്ധാത്മാവ്. ആമേൻ ഹല്ലേലൂയ. തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. സ്മിതാ സിസ്റ്ററെ നിന്റെ മേൽ തീയിറങ്ങുകയാ. സ്മിതാ സിസ്റ്ററെ നിന്റെ മേൽ തീയിറങ്ങുകയാ. അഭിഷേകത്തിന്റെ തീ. ഉടകനമന ദീപല ബൗഡ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ദൈവത്തിന്റെ തീയിറങ്ങുകയാ. ഉടി മന റുഗോ ലഗോ ശകോ ടകോ ലബോ ശിക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുകയാ. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുക, ഞങ്ങളെ നന്ദി പറയുക. കർത്താവേ പ്രവചന ശുശ്രൂഷ റിലീസ് ചെയ്യപ്പെടട്ടെ. Yes, I receive it in Jesus name. പിടിക്കാൻ ആരെങ്കിലും പിടിച്ചോ. പ്രവചന ശുശ്രൂഷ റിലീസ് ചെയ്യുക. ആമേൻ. രോഗശാന്തി ശുശ്രൂഷ വെളിപ്പെടുത്തുക, ഭൂതശാന്തി വെളിപ്പെടുത്തുക യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഭൂതത്തെ കൊണ്ട് നിന്നെ കെട്ടിയെങ്കിൽ നീ ഭൂതത്തെ അഴിക്കും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം. നിന്നെ കണ്ട ആരും പറയത്തില്ല, നിന്നെ കണ്ട ആരും പറയത്തില്ല. പക്ഷേ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആമേൻ സ്തോത്രം. ആ അഭിഷേകത്തെ കാണുമ്പോൾ നീ വായി തുറക്കുന്നതിന് മുമ്പേ ആമേൻ ഓടാൻ തുടങ്ങും. സ്മിതാസിസ്റ്ററെ പിടിച്ചോ. നീ ചെന്ന് നിൽക്കുമ്പോ ആമേൻ സ്തോത്രം ഭൂതം ഇളകട്ടെ. നിന്റെ നന്മയെ കെട്ടിയ കെട്ടിനെ യേശുവിന്റെ നാമത്തിൽ നീ ചൊല്ലി അഴിച്ചോ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആമേൻ. രശ്മി സിസ്റ്ററെ വിട്ടുമാറിപ്പോ. യേശുവിന്റെ രക്തത്താൽ ഞാൻ ജയമെടുക്കുക. വിളിച്ചു പറഞ്ഞേ. കർത്താവിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, പിന്നെയോ അവൻ പരിശുദ്ധാത്മാവിനാലത്രേ. ഇന്ന് രാത്രി ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാ. പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാ. ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാ. ഉടകനവനവന ശന്തല ഭൗഡപരകനക ദീപല ഭൗഡേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ചിലതിന്റെ അകത്ത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഉള്ളത്തിൽ കെട്ടിയ കുരുക്ക് ആമേൻ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നീ വിളിച്ചു പറഞ്ഞു, നീ വിളിച്ചു പറഞ്ഞു. നീ വിളിച്ചു പറയുന്നത് പേരാകും. നീ വിളിച്ചു പറയുന്നത് പോലെ സംഭവിക്കും. ആമേൻ. ആദാമിനൊരു അധികാരം സ്വർഗ്ഗത്തിലെ തമ്പുരാൻ കൊടുത്തു. ആദാമിന്റെ മുമ്പിൽ ചിലതിനെ കൊണ്ടുവന്നിട്ട് സ്വർഗം നോക്കി നിന്നു. എന്തിനാണെന്നറിയാമോ? ആമേൻ. ആദാം എന്തു പറയുന്നു എന്ന് കേൾക്കാൻ. ഇന്ന് രാത്രി സ്വർഗം അതുപോലൊരു അധികാരം അവൻ നിന്റെ മേൽ തരികയാ. നീ പറയുന്നത് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. അതാ സംഭവിക്കാൻ പോകുന്നേ. ഇന്ന് രാത്രി വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു. നിർത്തരുത്. നിന്റെ കുഞ്ഞിനെ നോക്കി നീ വിളിച്ചു പറയുന്നത് പേരാകും. നീ വിളിച്ചു പറയുന്നത് സംഭവിക്കും. എന്റെ കുഞ്ഞുങ്ങൾ വാലല്ല തലയാകും. എന്റെ സഭ അനുഗ്രഹിക്കപ്പെടും. എന്റെ സഭ ഈ ദേശത്ത് അവൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ സഭ ഈ ദേശത്ത് ഫ്ലവറിഷ് ചെയ്യും. എന്റെ സഭ
സഭ ഈ ദേശത്ത് അഭിഷേകത്തിന്റെ അപ്പോസ്തോലിക സഭയായിരിക്കും. എന്റെ സഭ ഇതിന്റെ അകത്ത് ദീപൻ ഈ സഭയുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങും. തീ ഇറങ്ങും. അഭിഷേകത്തിന്റെ തീ ഇറങ്ങും. ഇതിന്റെ അകത്ത് ശുശ്രൂഷിക്കുന്നത് മനുഷ്യരായിരിക്കത്തില്ല. ഇതിന്റെ അകത്ത് ശുശ്രൂഷിക്കുന്നത് ദൈവമായിരിക്കും. ആമേൻ. ഇതിന്റെ അകത്ത് നിന്ന് അനേകർ ദൈവം പറഞ്ഞയക്കും. ലോകത്തിന്റെ മേൽ, ദേശങ്ങളുടെ മേൽ ശുശ്രൂഷ ചെയ്യുവാൻ, രാജ്യങ്ങളോട് ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇതിന്റെ അകത്തു നിന്ന് ചിലതിനെ പറഞ്ഞു വിടും. ആമേൻ. ഇതിന്റെ അകത്ത് ഇതിനോട് ചേർന്ന് നടക്കുന്ന ദൈവമക്കൾ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാകും. ഈ രാജ്യത്ത് മാത്രമല്ല, വിവിധ രാജ്യങ്ങൾ കഴിഞ്ഞാലും, പാൻഡമിക് കഴിഞ്ഞാലും ഇതിനോട് ചേർന്ന് നടക്കുന്ന ദൈവമക്കൾ ഇതിനോട് ചേർന്ന് ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പിശാച് കെട്ടിവെച്ചത് ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാ. പാരമ്പര്യത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുകയാ. പൗരോഹിത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുകയാ. ഞാൻ യേശുവിനെ എന്നെ കൊടുക്കുകയാ, എന്നെ വിറ്റ് കളയുകയാ. ആമേൻ. ഹല്ലേലൂയ. ഐ ആം എ ബോൺ സർവന്റ്. വിളിച്ചു പറഞ്ഞേ, ഞാൻ ബോൺ സർവന്റാ. ഞാൻ യേശുവിന്റെതാ. ഞാൻ യേശുവിന്റെ ദാസനാ. ഇനിമേൽ ഞാൻ പാപത്തിന്റെ ദാസനല്ല. വിളിച്ചു പറഞ്ഞു. വിശ്വസിക്കുന്നവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പാപത്തിന്റെ ദാസനല്ല, ഞാൻ യേശുവിന്റെ ദാസനാ. ഞാൻ രോഗത്തിന്റെ ദാസനല്ല, ഞാൻ യേശുവിന്റെ ദാസനാ. ഞാൻ രോഗത്തിന്റെ അടിമയല്ല, ഞാൻ യേശുവിന്റെ അടിമയാ. ഐ ആം എ ബോൺ സർവന്റ് ഓഫ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിൽ നോക്കി നീ വിളിച്ചു പറഞ്ഞു. ആമേൻ. സാമ്പത്തികം നിന്നെ കെട്ടിയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞു, സാമ്പത്തികമേ നീ എന്നെ കെട്ടത്തില്ല. നിന്റെ അടിമയല്ല ഞാൻ. വായ്പ ഞാൻ വാങ്ങത്തില്ല. നിന്റെ അടിമയല്ല ഞാൻ. അവൻ ഇന്ന് രാത്രി മുതൽ ഞാൻ കൊടുക്കുന്നവനാകും. ഞാൻ എന്റെ യേശുവിന്റെ ദാസനാ. ഞാൻ എന്റെ യേശുവിന്റെ മകനാ. അത്യുന്നതനായിരിക്കുന്ന സ്വർഗത്തിലെ തമ്പുരാന്റെ മകനാ. കർത്താവേ, ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഷെക്കീന ഗ്ലോറി ഇതിന്റെ അകത്ത് ഇറങ്ങിയതിനായിട്ട് സ്തോത്രം. കർത്താവേ, എല്ലാ കരങ്ങളും ഉയരട്ടെ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ, ആവലോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ, അവൻ ഇറങ്ങി വരേണ്ടത്, അവൻ സ്തോത്രം ഹല്ലേലൂയ, കേവലം ഒരു വിടുതലല്ല. ഇറങ്ങി വരേണ്ടത് പരിശുദ്ധാത്മാവാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഒരു നദിയാ ചലിക്കേണ്ടത്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടത് ഒരു മനുഷ്യനെ അല്ല. ഞങ്ങൾക്ക് വേണ്ടത് കേവലം ഒരു വിടുതലല്ല. ഞങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ ആളത്വമായിരിക്കുന്ന പരിശുദ്ധാത്മാവാ. കർത്താവേ, we will walk with the Holy Spirit. യേശുവിന്റെ കൂടെ ഞങ്ങൾ നടക്കും. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവേ, അവർ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവേ, അവർ നടക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഒരു കാലൊച്ച അവർ കേൾക്കട്ടെ. കർത്താവെ, അവരുടെ കൂടെ നടക്കുന്ന യേശുവിനെ അവർ തിരിച്ചറിയട്ടെ. കർത്താവെ, ആമേൻ, ഏകാന്തതകളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, വലിയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ക്രൗഡിന്റെ മധ്യത്തിൽ ആമേൻ സ്തോത്രം അവർ നിന്റെ ശബ്ദം കേൾക്കുന്നവരാകട്ടെ. കർത്താവെ, അവരെവിടെയാണെങ്കിലും നിന്നെ തിരിച്ചറിയുന്നവരാകട്ടെ. കർത്താവെ, ഒരു കാര്യം ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം അവരോട് സംസാരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ശബ്ദം അവരെ തിരിച്ചറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് രാത്രി ഒരാൾക്ക് വേണ്ടിയല്ല കർത്താവെ, ദൈവസഭ മുറ്റുമായിട്ട് പിടിക്കപ്പെടട്ടെ. കർത്താവ്, ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും ആമേൻ സ്തോത്രം തടുക്കാൻ പറ്റാത്ത, നിർത്താൻ പറ്റാത്ത ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ. കർത്താവെ, ഞങ്ങളെ കെട്ടിയതും ഞങ്ങളെ തടഞ്ഞു വെച്ചതുമായ പിശാചിന്റെ അവകാശങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ അഴിച്ചു കളയുക. ഇന്ന് രാത്രി ഞങ്ങൾ കീറിക്കളയുക. പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി ഞങ്ങൾ കീറിക്കളയുക. യേശുവിന്റെ നാമത്തിൽ ഈ ഭവനങ്ങളിൽ ആമേൻ അവകാശം വെച്ചത് ആമേൻ, അതൊരു വിഗ്രഹമാകട്ടെ, കല്ലാകട്ടെ, മണ്ണാകട്ടെ, നിന്റെ കുഞ്ഞുങ്ങൾ അറിയാതെ ചെയ്തത് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ അറിയാതെ കൊണ്ടു നടന്നത് ആമേൻ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി വിടുവിക്കണമേ അപ്പ, പൂർണ്ണമായിട്ട് വിടുവിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവേ, ഇന്ന് മുതൽ ഒരു ബ്രേക്ക് ത്രൂ യേശുവിന്റെ നാമത്തിൽ ഫോം ആകട്ടെ. ഇന്ന് മുതൽ ഒരു ബ്രേക്ക് ത്രൂ ഫോം ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. വെളിപ്പാടുകളുടെ ആധിക്യം യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വല്ലപ്പോഴും ഒരു വെളിപ്പാട് കാണുകയല്ല. ഇന്ന് രാത്രി കർത്താവേ, ദർശനങ്ങൾ കൊണ്ട് നിറഞ്ഞ രാത്രിയായിട്ട് മാറട്ടെ. നാളെ ഞങ്ങൾക്ക് സാക്ഷ്യം കേൾക്കണം അപ്പ. കർത്താവേ, പരിശുദ്ധ രക്തത്താൽ ജയമെടുക്കുക. പിശാച് കെട്ടിവെച്ചത് ഇന്ന് രാത്രി മാറിപ്പോകുക. വിഷൻസ് ഓപ്പൺ ആകട്ടെ.
വിഷൻസ് ഓപ്പൺ ആകട്ടെ കർത്താവേ. ആമേൻ. ജോയൽ പ്രവചന പുസ്തകത്തിനകത്ത് വിളിച്ചു പറഞ്ഞ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അഭിഷേകം ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഞാൻ സമസ്ത മേഖലകളിലും റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Yes, I receive it in Jesus' name. കർത്താവേ, ദൈവസഭ സ്വീകരിച്ചതിനായിട്ട് സ്തോത്രം. നാളുകൾ കൊണ്ട് രാത്രി ആ കയറ് കരിഞ്ഞ് ചാരമാവുകയാണ്. ചണനാര് പോലെ ആ കയറ് കരിഞ്ഞ് ചാമ്പരായിട്ടിരിക്കുക. നീ ഒന്ന് കുടഞ്ഞു കളഞ്ഞാൽ മതി. ഷേക്ക് ഇറ്റ് ഓഫ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. വിശ്വാസത്തിൽ കാണിച്ച് വിശ്വാസത്തിൽ ഷേക്ക് ഇറ്റ് ഓഫ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഷേക്ക് ഇറ്റ് ഓഫ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. പൗലോസിന്റെ കയ്യിൽ ഒരു അണലി ചുറ്റി. ദൈവത്തിന്റെ വചനം പറയുക, അവൻ അതിനെ കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി ആമേൻ, അണലിയെ കൊണ്ട് നടന്നത് മതി. നിന്റെ ഭാര്യ നിന്റെ ഭർത്താവിനെ ചുറ്റിയത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ കുടഞ്ഞു കളയും. അവൻ ഈ പേടിക്കണ്ട, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞത് അവൻ സ്വന്തം ഒരു മനുഷ്യന്റെ ശബ്ദമല്ല, അത് ദൈവം നിന്നോട് പറഞ്ഞു. നീ ഭയപ്പെടരുത്. കുടഞ്ഞു തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. അവൻ പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ ഭവനത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അവൻ ഉൾപ്പടർപ്പിനകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. മോശേ, നീ നിൽക്കുന്നിടം പരിശുദ്ധമാ. ആമേൻ. കൺസ്യൂമിംഗ് ഫയർ. അവൻ അതിന്റെ അകത്ത് ഉൾപ്പടർപ്പിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു തീയുണ്ട്. അവൻ സ്വന്തം അതിനകത്തേക്ക് നീ കുടഞ്ഞു കളഞ്ഞു. നിന്റെ ജീവിത പങ്കാളി വിടുവിക്കപ്പെടട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ ജയമെടുക്കുക. നിന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. അവൻ ചുറ്റിയതല്ല, ഞങ്ങൾ തീയിലേക്ക് കുട്ടഞ്ഞെടുക്കുക. തീയിലേക്ക് കർത്താവേ, അങ്ങ് ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് നന്ദി. ഈ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവേ, ഇനിമേലിൽ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ നന്ദി ശക്തമായിട്ട് ഒഴുകട്ടെ. We receive that holy river in the name of Jesus. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലയ്ക്കാത്തൊരു നദി ഒഴുകട്ടെ. ജീവൻ ഉള്ള നദി ഒഴുകട്ടെ. ഞങ്ങളുടെ ശരീരത്തിൽ മുറ്റും ഒഴുകട്ടെ. അപ്പൊ ആമേൻ. ഞങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഞങ്ങൾ ആ നദിയുടെ കരസ്പർശം ഏൽക്കട്ടെ. ജീവനുള്ള നദി ഞങ്ങളുടെ മേൽ, എൻ്റെ മേൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ പ്രിയ ജീവിത പങ്കാളിയുടെ മേൽ, എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയുടെ മേൽ, എനിക്ക് ദൈവം തന്ന എൻ്റെ കുഞ്ഞു മക്കളുടെ മേൽ, എനിക്ക് ദൈവം തന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളുടെ മേൽ, എനിക്ക് ദൈവം തന്ന എല്ലാ ദൈവസഭയുടെ മേൽ, എനിക്ക് ദൈവം തന്ന എൻ്റെ കൂട്ടു സഹോദരന്മാരുടെ മേൽ, എനിക്ക് ദൈവം തന്ന എല്ലാവരുടെ മേലും, എൻ്റെ ഭവനത്തിൽ ഇരിക്കുന്ന ഓരോ പൈതലിന്റെ മേലും, എൻ്റെ സഭയിൽ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെ മേലും അവൻ ഇപ്പോൾ ഇറങ്ങട്ടെ. അപ്പൊ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ. അപ്പാ, ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പാ, പപ്പായെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. അപ്പാ, മഹത്വത്തിന്റെ തീ ഇറങ്ങി മലിനതയെല്ലാം കരിച്ചാട്ടെ. മഹത്വത്തിന്റെ തീ ഇറങ്ങി മലിനതയെല്ലാം കരിച്ചാട്ടെ. അശുദ്ധി മാറിപ്പോട്ടെ. ദൈവസഭയെ പീഡിപ്പിച്ച അശുദ്ധി, അവൻ ദൈവമക്കളെ ഭരിച്ച അശുദ്ധി, അവൻ ഇന്ന് രാത്രി കുടഞ്ഞു കളഞ്ഞ് കരിച്ചു കളഞ്ഞാട്ട്. സ്തോത്രം കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി. ഇന്ന് രാത്രി നീ ഞങ്ങളെ മുറുകെ പിടിക്കുന്നു ഞങ്ങൾ അറിയട്ടെ. അപ്പോൾ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായിട്ട് നന്ദി. കർത്താവേ, ഇന്ന് രാത്രി ഐശ്വര്യമായിട്ട് ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ അങ്ങ് കരങ്ങളിലെടുത്തല്ലോ. നന്ദി അപ്പ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ട ദൂത് നീ ഞങ്ങൾക്ക് തന്നല്ലോ അപ്പ. കർത്താവെ, അങ്ങയച്ച അങ്ങയുടെ മകനായിട്ട് നന്ദി. കർത്താവെ, അങ്ങയച്ച വചനത്തിനായിട്ട് നന്ദി. അങ്ങയച്ച അവൻ പരിശുദ്ധാത്മാവിന്റെ നദിക്കായിട്ട് നന്ദി. ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ല. കർത്താവെ, ഈ 10ാമത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയ നല്ല വിടുതലിനായിട്ട്, കർത്താവെ, അവൻ നല്ല കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. അനുഗ്രഹിച്ചായിട്ട് പിന്നെ തിരികെ ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് കർത്താവെ, ഒരിക്കൽ കൂടി അങ്ങനെ തന്റെ രക്തം കൊണ്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെ ഞങ്ങളുടെ ദൈവസഭ, ദൈവത്തിന്റെ സഭ, അവൻ സഭ ആ കുടുംബം മുറ്റുമായിട്ട് മൂടി മറിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ അനുഗ്രഹിച്ചതിനായിട്ട് പ്രാർത്ഥന കേൾക്കുന്നവർക്കായിട്ട് നന്ദി. സകല മാനവും മാത്രവും സ്തുതിയും പൂച്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കഴിക്കും.
ക്രിസ്തു യേശുവിന്റെ അധികാര